കാരണം എന്തെന്നറിയോ, ഇത് വല്ലാതെ കഷ്ടപ്പാടുള്ള മേഖലയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിലപിടിപ്പുള്ള കാറിന്റെ അകത്ത് ചാരിയുന്നുകൊണ്ട് ചേച്ചി വിളിക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് സ്ലോമോഷനിൽ നടന്നു വന്ന് പ്രസംഗിച്ചിട്ട് പോകാ. ഒന്നും അറിയണ്ട, ഒന്നും ചിന്തിക്കണ്ട എന്ന് തീരുമാനിക്കല്ലേ. ദുനിയാവങ്ങോട്ട് കെടുത്തു പോയാൽ പിന്നെ ആഖിറത്തിന്റെ വിചാരണ കബറിന്റെ അകത്ത് തുടങ്ങിയാൽ ഇന്ന് പെരുങ്കുളത്ത് വന്ന ആയിരക്കണക്കിന് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നറിയോ, എന്നെ 6 കൊല്ലം പഠിപ്പിച്ച ഉസ്താദിന് പ്രസംഗിക്കാൻ കഴിയില്ല. ഇതുപോലത്തെ വലിയ സദസ്സിൽ മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന് കഴിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്, പടച്ചോന മറക്കല്ലടാ, പടച്ചോന മറക്കല്ല്. അല്ലാഹുവേ, നിങ്ങൾ അഹങ്കാരികളാക്കല്ല റബ്ബേ. ആരോപണങ്ങൾ പലരും പറയുമെന്റെ പ്രിയപ്പെട്ട പെരുങ്കുളത്തുകാരെ വീണു പോകണ്ട. 1 മണിക്കൂറിന് 2 ലക്ഷമാ ഫ്ലൈറ്റിലെ പ്രസംഗിക്കാൻ പോകുള്ളൂ. അങ്ങനാണ് ഇങ്ങനാണ് പലതും ഫേസ്ബുക്കിലൂടെ നെറ്റിലൂടെ നിങ്ങൾ അറിയുന്നു. എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് പറയുന്നെന്റെ സഹോദരാ, ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങളുടെ ബോർഡുകൾ വേണ്ട, നിങ്ങളുടെ പബ്ലിസിറ്റികൾ വേണ്ട, നിങ്ങളുടെ പ്രചരണങ്ങൾ വേണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഒരു പോലെ ഒരു മതി. എപ്പോഴെങ്കിലും മരണപ്പെട്ടു പോയാൽ അല്ലാഹുവേ പടച്ചവനെ ഒരു ദുആ, പാവപ്പെട്ടവനായിരുന്നു നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നൊരു ദുആ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയല്ലോ എന്നൊരു പ്രാർത്ഥനയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. എത്രയോ ഉസ്താദുമാർ, എത്രയോ പണ്ഡിതന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരന്മാരായ സാരഥികൾ വന്ന് വീട്ടിന്റെ അകത്ത് വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരുന്നല്ലോ. ഇന്നലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ എന്റെ ഉപ്പായ സ്വപ്നം കണ്ടു. എന്നോട് വന്നു പറയുന്ന ഞാൻ കണ്ടതെങ്ങനെയെന്നറിയോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയരാ വെള്ള വിരിച്ച് കിടക്കുകയാ, വെള്ള വസ്ത്രം ധരിച്ച് കിടക്കുകയാ, പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ആയിരക്കണക്കിന് മുത്തലിമികള് ഉപ്പാടെ ചുറ്റുമിരുന്നുകൊണ്ട് ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുകയാ. ഓതിന് തീർന്നിട്ടില്ല മുസ്ലിമേ, ഓതിന് തീർന്നിട്ടില്ല. എന്തുകൊണ്ട്? ഇൽമിന്റെ ബന്ധമാ ചെറുപ്പക്കാരാ, ഇൽമിന്റെ ബന്ധമാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാര്, ഉമ്മമാര്, ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കുക. നീ മരണപ്പെട്ടു പോയാൽ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് വേണ്ടി എന്താ ചെയ്യുന്നതുപ്പാ? അവരിന്ന് ഏത് രീതിയിലാ വളർത്തിക്കൊണ്ടുവന്നതുപ്പാ? ഗാനമേള നടത്താറ്, സർക്കസ് നടത്താറ്, പൂരപ്പറമ്പിൽ ആട്ടം കളിക്കാറ് പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു വിട്ട വാപ്പാ. തിരുനാളും തന്നെ മക്കളുടെ വിരൽ തുണ്ട് പിടിച്ചുകൊണ്ട് അറാമിന്റെ പൂത്തരങ്ങുകൾ കാണാ. ബീച്ചിലും പാർക്കിലും കറങ്ങി നടന്നുകൊണ്ട് 7 വയസ്സുള്ള, 9 വയസ്സുള്ള, 11 വയസ്സുള്ള, 15 വയസ്സുള്ള മക്കളുടെ മനസ്സിലേക്ക് ആരാമ കുത്തി നിറച്ചോരമുണ്ടോ? നീ മരണപ്പെട്ടു പോയാൽ ഒരു ദുആ നിനക്ക് കിട്ടോ. എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലോ എന്ന ഒരു ദുആ നിനക്ക് കിട്ടോ. അതുകൊണ്ട് ഈ രാത്രി ചിന്തിക്കുക. അല്ലാഹു തന്ന ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാത്തവരാണവർ. എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം സഹോദര, നമ്മൾ ഇന്നും മരണപ്പെട്ട നമുക്ക് എന്താണുള്ളത്? ഒരു കാര്യം ഞാൻ പറയുന്നു, ഇഖ്ലാസോടുകൂടിയാണ് നിങ്ങൾ ഈ സദസ്സിൽ വന്ന് നിന്നും ഇരുന്നും ഈ പ്രസംഗം കേട്ടതെങ്കിൽ ഈ മണിക്കൂറുകൾ നിങ്ങൾക്ക് എന്തായാലും ഖബറിന്റെ അകത്ത് ഉപയോഗമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നല്ല മനസ്സോടുകൂടി എന്റെ സഹോദരിമാരൊക്കെ തീരുമാനിക്കും. നമുക്ക് നാളെ, ഇന്ന് മരണപ്പെട്ടു പോയ നാളെ നമ്മുടെ ആഖിറത്തിൽ, നമ്മുടെ ഖബറിൽ നമുക്ക് എന്തുണ്ടെന്ന് ചിന്തിക്കണം. നമ്മുടെ മനസ്സിനെ അടർത്തിയെടുത്ത് മണ്ണിൽ കൊണ്ട് വെക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാഹു തആല ഈമാനോടുകൂടി ജീവിച്ച് അതേ ഈമാനിൽ മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് സ്വർഗം പണിയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ഉൾപ്പെടെ 10 നമുക്ക് പിരിയണം. രണ്ടാമത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഹൃദയം എന്ന് പറയുന്നത്, ആ ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാത്തവരാണ് നരകം അവർക്ക് ഉറപ്പാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലഹും അയ്യുല്ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് അല്ലാഹു കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ലത് കാണുകയില്ല. കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്, നല്ലത് കാണുകയില്ല. കുലുസിന്റെ കിലുക്കം കേട്ടാൽ വണ്ടി എപ്പോഴേ നിർത്തിയിട്ട് നോക്കും അല്ലേ? ചില ചെറുപ്പക്കാർ ബൈക്ക് ഓടിക്കുമ്പോൾ ക്യാമ്പസിന്റെ മുമ്പ് ചെല്ലുമ്പോഴാണ് ലൈറ്റ് ഇട്ട് കാണിക്കുക. വണ്ടി പുതിയ ഹോൺ അടിയിൽ വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്ത്. പ്രത്യേക എയർ ഹോണാണ്. സ്ത്രീകളെ കാണുമ്പോൾ മാത്രം പാപ്പാർക്ക് മാറാൻ വേണ്ടി ആന അമർന്ന പോലെ കീന്ന് മാത്രം. സുന്ദരികൾ നോക്കാൻ വേണ്ടി പ്രത്യേക ലൈറ്റ്, പ്രത്യേക ഹാണും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ ചെറുപ്പക്കാർ
നോട്ടം ഹറാമല്ലേ? ഹറാമായ നോട്ടമാണ് പിന്നെ പല ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ നല്ലത് കാണിക്കാൻ വേണ്ടി നമുക്ക് ചിലവഴിച്ചുകൂടെ? 4 കാര്യങ്ങളിലേക്ക് നോക്കുന്ന കണ്ണുകൾക്ക് അള്ളാഹു നന്മ നിറച്ചു കൊടുക്കുമെന്നാണ്. 4 കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ണുകൾക്ക് അള്ളാഹു നന്മ നിറച്ചു കൊടുക്കും. അതിലൊന്നാമത്തെ കാര്യമേതാ? സഹോദരിമാരെ, സഹോദരങ്ങളെ, യുവാക്കൾക്ക് വേണ്ടി വഴിവെട്ടിത്തെളിക്കുന്ന വേദിയിൽ യുവാക്കളെ ഇതിനെ ഒന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുമ്പോൾ ഈ 4 കാര്യങ്ങളിലേക്ക് നോക്കാറ് ഞാൻ ഉറങ്ങൂല അല്ലാ എന്നെന്റെ ചെറുപ്പക്കാര് തീരുമാനമെടുക്കുക. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ. ഒന്നാമത്തത് ഇലൽ കഅബ, അല്ലാഹുവിന്റെ കഅബാലയമാണ് പരിശുദ്ധ മക്ക. ആ മക്കയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ, കഅബയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ, അല്ലാഹുവേ നിങ്ങൾക്ക് പോകാനുള്ള തൗഫീഖ് തരണേ അല്ലാ, പോകാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. മക്ക കാണാൻ, മദീന കാണാ കൊതിയില്ലേ ഉമ്മമാരെ? ആഗ്രഹമില്ലേ ഉപ്പമാരെ? ചെറുപ്പക്കാരാ പോകണം. എത്രയോ ചെറുപ്പക്കാര് ഞാൻ ഉംറയ്ക്ക് പോയപ്പോ മക്കയുടെ പരിസരത്ത് ജോലി ചെയ്യുന്ന 14ഓളം ചെറുപ്പക്കാര് വന്ന് വയനാട്ടിലുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്, കണ്ണൂരുള്ളവരുണ്ട്. ഉസ്താദേ, വേറെ ആരുമില്ലാതെ നിങ്ങളോടൊപ്പം ഒരു ഉംറ ചെയ്യാനുള്ള കൊതിയാണ്. കാസറ്റുകൾ വീട്ടിലുണ്ട്, വണ്ടിയിലുണ്ട്, റൂമിലുണ്ട്. 14 ചെറുപ്പക്കാര് വന്നു. സഫാ മറുവയ്ക്കിടയിലെ സഴി കഴിഞ്ഞിട്ട് മറുവയുടെ ഭാഗത്ത് നിന്നൊരു ദുആ-ഉണ്ട്. ആ ദുആ ചെയ്യുന്ന സമയത്ത് 14 ചെറുപ്പക്കാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എല്ലാ മാസവും ഞങ്ങൾ ഉംറയ്ക്ക് വരാറുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും തന്നാലും മക്ക എന്ന് പറയുന്ന ഈ പുണ്യഗേഹത്തിലേക്ക്, കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സങ്കടവും നമ്മൾ മറന്നു പോവുകയാ, എല്ലാ നൊമ്പരവും നമ്മൾ മറന്നു പോവുകയാ. നീയത്ത് വെക്കണം ചെറുപ്പക്കാരാ. മക്ക കാണാൻ, മദീന കാണാൻ നീയത്ത് വെക്കുക. വള്ളക്കടവിലെ പാവപ്പെട്ട 10 സഹോദരങ്ങളെ, സഹോദരിമാര് ഉംറ ചെയ്യാൻ അവർക്ക് നിർബന്ധമില്ല, ഹജ്ജ് ചെയ്യാൻ അവർക്ക് നിർബന്ധമില്ല, കഞ്ഞി കുടിക്കാൻ പോലും വകയില്ല. പക്ഷെ അവിടെ മനസ്സിൽ വല്ലാത്ത കൊതിയാണ്. മക്ക കാണണം, മദീന കാണണം. 8 പേരെ കൊണ്ടുപോകാൻ ആളായിട്ടുണ്ട്, 8 പേരെ കൊണ്ടുപോകാൻ ആളായിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോകാം ഒരാള്, ഞാൻ കൊണ്ടുപോകാം ഒരാള്, ഞാൻ കൊണ്ടുപോകാം ഒരാള്. 10 പേരെ നീയത്ത് ചെയ്തു. ഞാൻ മനസ്സിൽ പാവപ്പെട്ടവരല്ലേ, മക്കയെ കുറിച്ച്, മദീനയെ കുറിച്ച് വള്ളക്കടവ് പള്ളിയിലൂടെ പ്രസംഗിക്കുമ്പോ, ആ പള്ളിയുടെ മിനാരത്തിലൂടെ പുറത്തു കേൾക്കുമ്പോ, വെള്ളിയാഴ്ച ലൈവായി ചാനലുകളിൽ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാര് പൊട്ടിക്കരന്നുകൊണ്ട് ഞങ്ങൾക്ക് പോണ്ടേ മദീനത്ത്, മക്കത്തെന്ന് കൊതിക്കുമ്പോ, അങ്ങനെയുള്ള ഉമ്മമാർക്ക് ഒരു അവസരം കൊടുത്തതാണ് 10 പേർക്ക്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പെരുങ്കുളത്തുകാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആരക്കുക. മക്ക കാണാതെ, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. കഅബയെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുണ്യമാണ്. നോക്കിയാൽ റഹ്മത്താണ്, അടുപ്പ് ചെന്നിരുന്നാൽ റഹ്മത്താണ്, തൊട്ടാൽ റഹ്മത്താണ്. കോടിക്കണക്കിന് പ്രതിഫലമാണ് അല്ലാഹു മക്കയൊന്ന് കണ്ടുവരുമ്പോൾ ഒരു മനുഷ്യന് കൊടുക്കുന്നത്. അതൊരിക്കലും നിസാരമല്ല, അതൊരിക്കലും ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറയുന്നത് എവിടെ നോക്കുമ്പോഴാണ് പുണ്യമെന്നറിയോ? ഇലൽ ഖുർആൻ, ഇലൽ ഖുർആൻ. ഖുർആനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിന് വല്ലാത്ത പുണ്യമാണ് പെണ്ണേ. 27-ാം രാവിലെ ഓരയിട്ട് ചന്ദനത്തിരിയെടുത്ത് മടക്കി അടയാളം വെച്ച ഖുർആൻ അടുത്ത റമദാൻ എല്ലാരും നോക്കൂലാന്ന് തീരുമാനിച്ച പെണ്ണേ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ സൂറത്ത് തൗബയിൽ ഒരായത്ത് പറഞ്ഞു തരാ പോകരാ. വീട്ടിൽ പോയിട്ട് ഉൾപ്പെടുപ്പെട്ട ആയത്ത് കണ്ടുപിടിക്കുക, അതടയാളപ്പെടുത്തുക. എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യമെങ്കിലും നിത്യമായിട്ട് അത് ഓതാ തീരുമാനിക്കുക. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു എന്തേ മിണ്ടാതിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ കിതാബ് സ്വഹീഹുൽ ബുഖാരി റളിയല്ലാഹു അൻഹു.
ബുഖാരി ഇമാമിനെ പരിചയമില്ലേ? പെരുങ്കുളത്തുകാരെ പരിചയമില്ലേ? നിങ്ങളുടെ പരിസരത്തൊരു സ്ഥാപനമുണ്ടല്ലോ, ദാറുൽ ഇർശാദ്. ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് മമ്മിക്കുട്ടി ഹസ്രത്തല്ലേ? ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളിൽ വല്ലാത്ത മഹാനാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു വിഷമങ്ങളെ മാറ്റി കൊടുക്കട്ടെ. ശബ്ദമടഞ്ഞ് തൊണ്ടകടഞ്ഞ് സംസാരിക്കാൻ കഴിയാറ് ഈ വിനീതൻ വല്ലാതെ വിഷമിച്ചിരുന്ന 3 മാസ കാലയളവില് മന്നാനി അറബി കോളേജിൽ മമ്മിക്കുട്ടി ഹസ്രത്ത് വന്നെന്നറിഞ്ഞപ്പോൾ ഓടിച്ചെല്ലുകയാണ് കാണാൻ. മുസാഫഹത്ത് ചെയ്തു. എല്ലാ ദിവസവും അസ്ർ കഴിഞ്ഞിട്ട് കൈ തൊണ്ടയിൽ വെച്ചുകൊണ്ട് ഓതാനൊരായത്ത് പറഞ്ഞിരുന്നു. 23 ദിവസം ഓതാൻ പറഞ്ഞു. 23 ദിവസം ഓതാൻ പറഞ്ഞു. എങ്ങനെയാണെങ്കിലും അവനൊരു തീരുമാനം വരുമെന്ന് പറഞ്ഞു. 23 ദിവസം സംസാരിക്കാൻ കഴിഞ്ഞില്ല, ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല, വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്നു. 23 ദിവസം ഓതാൻ പറഞ്ഞു. 23ന്റെ അന്നായിരുന്നു ഓപ്പറേഷൻ. കറക്റ്റ് ആ ദിവസം ഓതി തീർന്നപ്പോ അന്നായിരുന്നു ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ നടന്നത്. അവരൊക്കെ വലിയ വലിയ മഹത്തുക്കളാണ്. ചില മഹാന്മാരൊക്കെ ഒന്നും പഠിക്കുന്നു വേണ്ട, ഒന്നും ചോദിക്കാൻ വേണ്ട, അവരത് ചെയ്തോളാം പറഞ്ഞ് ചെയ്തോളാം, അപ്പോഴേ രക്ഷപ്പെടും. അള്ളാഹു ഗുരുനാഥന്മാരുടെ ഗുരുത്വം നമുക്ക് തരുമാറാകട്ടെ. അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യകർമ്മമാണ് ഖത്മുൽ ബുഖാരി.